അയാളുണ്ടോന്ന് നോക്കട്ടെ, ആള് സെക്രട്ടറി ഉണ്ടോന്ന് നോക്കട്ടെ, വിടാം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള ആൾക്കാരാ. ഈ പഞ്ചായത്തിന് മെമ്പർമാർ ഞങ്ങൾ പോലീസ് വെക്കണ നാട്ടുകാരായിട്ട് അകത്തായിട്ടാണ്. ഞങ്ങൾ ഈ നാട്ടുകാരുണ്ടേ. ഇപ്പൊ ചോദിക്കുക സഹോദര, ഇപ്പൊ വിടാന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് തന്നെ വിടാം. എസിക്കാരൊന്നും കടത്തില്ല, മറ്റുള്ള ആൾക്കാരൊന്നും നടത്തും. സെക്രട്ടറി ഇല്ലെങ്കിൽ സമരത്തിന്റെ മുന്നിലേക്ക് മറ്റേ ആൾക്കാർ കടന്നു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന പഞ്ചായത്തിൽ വേറെ ആരും കിടക്കണ്ട. അവിടെ എല്ലാം നിന്ന് സമരം സെക്രട്ടറി ഇവിടെ ഇത്ര തെറ്റത്തിലുണ്ടായാലും ഇങ്ങനെ ഉപരോധം നടക്കുമ്പോൾ ഗേറ്റ് വിടുന്ന ആൾക്കാർ കരുതുന്നത് നോട്ടീസ് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യത്തിലെങ്കിലും ഉപരോധം എന്താണ് ഇതിൻ്റെ പരിപാടി? ഈ സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയാമോ? ഇവിടെയുള്ള ആളല്ലേ? എത്ര നാളെ ഇവിടെ ഉണ്ട്? പക്ഷേ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പറയാൻ നമുക്കറിയാം. ഇവിടെ എത്ര നാളായി? പണി നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ബില്ലിൽ കുറേ പോരായ്മകളുണ്ട്. ബില്ല് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഒബ്ജക്റ്റ് ചെയ്തിട്ട് പക്ഷേ ബില്ല് അഡ്വാൻസ് കൊടുക്കുക. ബില്ല് അഡ്വാൻസ് കൊടുക്കുക സാധാരണ അങ്ങനെയാണ് കോൺട്രാക്ട്. അത് ഈ സാധാരണ കോൺട്രാക്ടർ എടുക്കുന്ന കോൺട്രാക്ടർ ആദ്യം അഡ്വാൻസ് ആയിട്ട് പൈസ മുടക്കില്ല. അത് കൊടുക്കില്ല. പണി കഴിഞ്ഞിട്ട് പൈസ കൊടുക്കും. അല്ല, ഇത് കോസ്റ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടി പ്രത്യേകം ഉള്ള ഒരു ഏജൻസിയാണ്, സർക്കാർ അംഗീകൃത ഏജൻസിയാണ്. അവർ അഡ്വാൻസ് കൊടുക്കണം. അവർ എഗ്രിമെന്റ് അല്ല ഇപ്പോൾ ഉണ്ടോ? അത് അഡ്വാൻസ് കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ട്. സർക്കാർ അംഗീകൃത ഏജൻസി ആയതുകൊണ്ട് അവർക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. എന്തോരം ജോലി ആയിട്ടുണ്ട്? ഇപ്പോൾ എത്ര ജോലി കഴിഞ്ഞത് അവസാന ഘട്ടത്തിലാണ് അവർ പറയുന്നത്. എഗ്രിമെന്റിനകത്ത് എത്ര ആളുകൊണ്ട് പണിയാമെന്നാണ് പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റിനകത്ത് കാലാവധി പറഞ്ഞു. പാലക്കാട് പഞ്ചായത്തിലെ എല്ലാ പട്ടികജാതിക്കാരും മരിച്ചിട്ടും അത് ചെയ്യാൻ പാടുള്ളവരുണ്ട്. ഈ ബില്ല് കൊടുക്കുന്നതിന് നിങ്ങൾ ഈ സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നുണ്ടോ? അങ്ങനെ എഴുതി കൊടുത്തോണ്ടിരുന്ന ശരിയാവണം. എങ്ങനെയാ നിങ്ങൾ ആ സെക്ഷനിൽ വിളിച്ചു കൊടുത്ത് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സെക്രട്ടറിയാണോ നേരത്തെ വന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങനെ വിളിച്ച് പറയരുത്. അങ്ങനെ പറയാം. അങ്ങനെയല്ല അങ്ങനെയല്ല ചേട്ടൻ പറഞ്ഞു. നിങ്ങളതിൻ്റെ ഉത്തരവാദിത്വം എടുക്കും. അല്ല അതന്നെ അങ്ങനെയല്ല ചേട്ടാ. പറയുന്നത് മനസ്സിലാക്കുന്ന പറഞ്ഞത് എന്തെങ്കിലും രീതിയിലുള്ള സംസാരങ്ങളാണ് നിങ്ങൾ ഇവരായിട്ട് സംസാരിക്കുന്നു പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇടപെടുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ പഞ്ചായത്തിനോട് സംസാരിക്കാം. ഞങ്ങൾ പഞ്ചായത്തിനോട് സെക്രട്ടറി വരട്ടെ. ഞങ്ങൾ ഒട്ടനവധി പ്രാവശ്യം സംസാരിച്ചതാണ്. ഇനി അവർക്ക് വേണ്ടി ഒരു സമയം കൊടുക്കാൻ ഞങ്ങൾക്ക് സമയമൊന്നുമില്ല. ഞങ്ങളുടെ കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വിളിച്ചു വരുത്തണം. തീരുമാനം പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചോദ്യമാണോ സാറേ? അതെ, ഞാൻ പറയുന്നത് ഏത് സമരങ്ങൾ നടക്കുമ്പോഴും പ്രക്ഷോഭം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരു പ്രശ്നം സാധാരണ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനമില്ലാതെ സമരം അവസാനിച്ചോ. പക്ഷെ ഞങ്ങൾ ഈ നടത്തിയ കാര്യത്തിന് ഒരു തീരുമാനം ഇല്ലാതെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പട്ടിക്ക് തുല്യ സാറേ. അത് മനസ്സിലാക്കുന്നത് പട്ടികജാതിക്കാരനായതുകൊണ്ട് ഞങ്ങളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടക്കം ചെയ്യാനായിട്ട് 10,000 രൂപയാണ് ചെലവന്നത്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അതൊരു സാറന്മാരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എപ്പോഴേലും സാഹചര്യം എപ്പോഴേലും ഭാഗത്തുള്ള ആളുകൾ മരിച്ചു അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്ത് പരിസരത്ത് ഒരു ലെറ്റർ ഞങ്ങൾക്ക് വാങ്ങിക്കാം. അല്ല, ഇത്ര മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ പൊക്കോളാൻ കുഴപ്പമില്ല. അല്ലാതെ ഞങ്ങൾ തിരിയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും വ്യക്തമായിട്ടൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾ ഇവിടുന്ന് മാറുള്ളൂ. ഞങ്ങൾ സാറ് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്ര നേരം പ്രക്ഷോഭം കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ ആൾ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ആളിലാണ് ഞങ്ങൾ ആരോട് സംസാരിക്കും? ഈ കടക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ വെറുതെ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ?
എന്റെ മാഡം ഞങ്ങൾ നിവേദനം കാര്യം കൊടുത്തു. 7 വർഷം ഇതേ കൂടുതൽ തന്നെ കൊടുക്കണം. ഇവര് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പാടാത്ത ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ തൊട്ടടുത്ത വാർഡാണെങ്കിലും ഞങ്ങളായിട്ട് അത്ര ഇടപഴകി പോണ ആളാ. ഞങ്ങളുടെ വാർഡ് മെമ്പർ SC ആണ്. അവർ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്. ഞങ്ങളുടെ സമുദായത്തിന് ഞങ്ങളുടെ സമുദായത്തിന് അംഗമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാൾ വൈകിച്ചത്. ഞങ്ങളോട് സഹകരിച്ചു പോകേണ്ട അവർ എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കുന്നു വിചാരിച്ചുകൊണ്ട് മാത്രം. ഞങ്ങൾ ഇവിടെ പോവില്ല കേട്ടോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുള്ളൂ. ഞങ്ങൾ പോകണമെങ്കിൽ ആൾക്കാർ ഉറപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും ശരി. സെക്രട്ടറി ഇല്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് മറുപടി കിട്ടുന്ന സാറേ രാഷ്ട്രീയക്കാർ കൊണ്ട് തല്ലുകൊള്ളാറും അതിന് നടക്കുന്നത്. ആ ടൈം ഞങ്ങൾക്കുണ്ട്. തല്ലുകൊള്ളുണ്ടോന്ന് കൊള്ളും. ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയല്ലേ. ചടങ്ങ് പൂജ കാര്യങ്ങൾ ഈ ശ്മശാനത്തിലെ ഒന്നീ അടുത്തുള്ള പഞ്ചായത്തിലെ ക്രിമിറ്റോറിയക്കാരുടെ ആ ടൈമിങ് നോക്കിയാണ് ഇവിടെ സെറ്റിൽമെന്റ് ചെയ്യണേ. അതായത് പൂജ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബന്ധുമിത്രാദി വരുന്നതോ സുഹൃത്തുക്കൾ കാണാൻ വരുന്നതോ തന്നെ സമയം ക്രമീകരിക്കുന്നത് ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചാണ്. അത് ഒന്നീ ഫാസ്റ്റ് ആവണതിന് ഡിലേ വരുന്നു. ആ സാഹചര്യമാണ് ഇത്. പട്ടികജാതിക്കാർക്ക് മാത്രമല്ല, കോമൺ ആയിട്ട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഉപകരിക്കുന്ന സാധനമാണ്. അപ്പം ഞങ്ങൾ സമരത്തിന് ഞങ്ങൾക്ക് ഗതി ഇല്ലാത്തതുകൊണ്ട് സാഹചര്യത്തിൻ്റെ സന്ദർഭം അത്രയും തീവ്രമാണ്. അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒന്നീ ഫാസ്റ്റ് ടൈമിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഡിലേ വരുന്നത്. അടുത്ത ബോഡി എത്തണേക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ടൈപ്പിന് ഇവിടുന്ന് പഞ്ചായത്തിന് എഴുതി കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനുള്ളിൽ ആ ക്രിമിറ്റോറിയൽ അടുത്ത ടൈമിൽ ഓടിക്കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംവിധാനങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇത്ര ഡിലേ സൂചിപ്പിച്ചു വെച്ച കാര്യം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആലപ്പുഴയില് ഒരു സ്ത്രീ മരിച്ചു, ഒരു അമ്മ മരിച്ചു. അതിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയപ്പോൾ 5 മണി 3:30 വരെ നമ്മള് 1950 നവംബർ 26 ഇന്ത്യ ഒരു സോവറിൻ ആയതിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല. 48 ഭരണഘടന കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ആ കമ്മീഷൻ രൂപീകരിച്ച് വന്നതല്ല. ഇത് പൂനക്കരാറിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾക്ക് മറ്റ് പ്രാതിനിധ്യം കിട്ടുന്നതിന് ഒരു സ്വന്തം രാഷ്ട്രവാദം ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി അടിസ്ഥാനത്തിൽ പൂനക്കരാറിന്റെ അടിസ്ഥാനത്തിൽ 1950 ഭരണഘടന അതിന് അവകാശം എന്ന് പറയുന്നത് ഒരു സ്വന്തം രാഷ്ട്രവാദത്തിന് എതിരെ തടയാൻ വേണ്ടി. ഇവിടെ എല്ലാവർക്കും പഞ്ചായത്തിലെ ശ്മശാനം കയറി ഇറങ്ങി. അത് കണ്ട് പറ്റാണ്ട് SND ശ്മശാനം 6000 സ്ത്രീനെ ബോഡി സംസ്കരിച്ചത്. ഉപരോധ സമരം സിന്ദാബാദ്, ഉപരോധ സമരം സിന്ദാബാദ്, ഉപരോധ സമരം സിന്ദാബാദ്, ഉപരോധ സമരം സിന്ദാബാദ്. തന്നേ തീരൂ, 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 തന്നേ തീരൂ. അവകാശങ്ങൾ തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ. അന്നേ തീരൂ ഞങ്ങളുടെ സമരം, അന്നേ തീരൂ ഞങ്ങളുടെ സമരം, അന്നേ തീരൂ ഞങ്ങളുടെ സമരം, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്. ക്രിമിറ്റോറിയത്തിന്റെ പണി ഉടൻ പൂർത്തീകരിക്കുക.